എടാ ഹോസ്പിറ്റലിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടില്ല. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വ്ലോഗിൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു. അതിൻ്റെ വിഷമം മുഴുവൻ ഞങ്ങൾ പിറ്റേ ദിവസത്തേക്ക് തീർത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വരവാണ് ഇത്. ഹായ്. മാസ്റ്റർ കണ്ടില്ലേ? ഫോൺ കാരണം കണ്ടില്ല. ഫുഡ് പോയ്സൺ ടീംസ് എല്ലാവർക്കും അങ്ങനെ ഹോസ്പിറ്റൽ കേസ്. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾക്ക് തിരക്കായിരുന്നു. കാരണം ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ദിവസമായിരുന്നു അന്ന്. ഇവരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ തിരക്ക്, തിരിച്ച് റൂമിൽ വന്ന തിരക്ക്, ചെക്കൗട്ട് ചെയ്യേണ്ട തിരക്ക്, മെഡിസിൻ വാങ്ങേണ്ട തിരക്ക്, പിന്നെ പാക്കിങ് കാര്യങ്ങളും മൊത്തത്തിൽ ഓട്ടം. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളിത് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി എടുത്ത വീഡിയോ ആണിത്. ആ ലാസ്റ്റ് ഗ്ലിംസ് ഓഫ് കൊൽക്കത്ത. അങ്ങനെ ഞങ്ങൾ കൊൽക്കത്തയോട് വിട പറഞ്ഞ് സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് പറ്റിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ആ ഒരു സമയമായപ്പോഴത്തേക്കും എൻ്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും സിക്ക് ഓഫ് ദ ഇന്ത്യ. അയ്യോ, വല്ലാത്ത പണിയായിപ്പോയി. ഫുഡ് പോയ്സൺ അടിച്ച് 10 പേർക്കും ഫുഡ് പോയ്സൺ വന്ന 10 എണ്ണത്തിനും ഫുഡ് പോയ്സൺ അടിച്ചു. ഒറ്റൊരെണ്ണം പോലും മിസ്സായിട്ടില്ല. പക്ഷെ എന്താ കഴിച്ചതെന്ന് ആർക്കും അറിഞ്ഞൂടെ. വെള്ളമാണെന്ന് തോന്നുന്നു. അല്ലാത്ത അവസ്ഥ. നമ്മുടെ ടിക്കറ്റ് 2 പ്രാവശ്യം ക്യാൻസലായിപ്പോയി. അങ്ങനെ വളരെയേറെ സന്തോഷം. വളരെ ഞങ്ങളത് ഒരു വഴിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് ബംഗാളിൽ ലൂപ്പിൽ പെട്ട കണക്കായി. ടിക്കറ്റ് ബുക്ക് ചെയ്യണോ ക്യാൻസൽ ആവണോ. അവസാനം നമ്മൾ കുറച്ച് കണക്ഷനൊക്കെ വെച്ച് ഇത് സെറ്റാക്കാനുള്ള പ്ലാനാണ്. ലെറ്റ് സീ വർക്കാവുമോ എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും അസുഖമായിരുന്നു. ആരുമില്ലായിരുന്നു അവിടെ ഇത്തിരിയെങ്കിലും മര്യാദയ്ക്ക് ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ചുകൂടെയൊക്കെ ടൈം കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ഓക്കെ ആയി. ഷിനാസും അലനും ഒക്കെ ഓക്കെ ആവാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇത്തിരി ഓക്കെ ആയിട്ടിരുന്നവർ നല്ലപോലെ വീണ് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല പെട്ടൊരവസ്ഥയായിരുന്നു അന്ന്. ഞങ്ങൾ എങ്ങനെ സർവൈവ് ചെയ്യും എന്നറിയാണ്ട് പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പെട്ടൊരവസ്ഥയായിരുന്നു. ഇതാണോ ശരിക്കാതെ? ഹൗറ സ്റ്റേഷനിൽ നമുക്ക് ആക്ച്വലി ബാഗ് ചെക്ക് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടി നമ്മൾ നിന്ന ക്യൂ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ട്വിസ്റ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ട്രെയിനിൽ നമ്മൾ ഇടിച്ച് കയറിയെങ്കിലും ആർക്കും വയ്യാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അതായത് ഖരാഗ്പൂർ നമ്മൾ ഇറങ്ങി. സത്യം പറഞ്ഞാൽ വീണ്ടും പെട്ടുപോകാമെന്ന് നമുക്ക് അപ്പം അറിയത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ലോഡ്ജിലൊക്കെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് വീണ്ടും യാത്ര തുടർന്നത്. എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. അങ്ങനെ വളരെ സന്തോഷത്തിൽ ഞങ്ങൾ അടുത്ത ട്രിപ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ അവിടെ നിന്നും ഖരാഗ്പൂർ നിന്നും ഭുവനേശ്വർ വരെ നമ്മൾ ട്രെയിൻ എടുത്തു. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നാട്ടിലെത്തിയത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് ട്രെയിനൊന്നും അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ എവിടെ നോക്കിയാലും എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ്. നമ്മൾ അവസാനം ഡയറക്റ്റ് നമ്മൾ തൽക്കാലം ബുക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റേഷനിലൊക്കെ പോയി അവർ കുറേ നേരം ഇരുന്നു. പക്ഷെ കിട്ടിയില്ല, ഒന്നും സെറ്റായില്ല. അവസാനം നമ്മൾ ഭുവനേശ്വർ വരെ ട്രെയിൻ എടുത്തു. അവിടുന്ന് നേരെ ഫ്ലൈറ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ ഖരാഗ്പൂരിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്ന ഈ ഒരു ട്രെയിനിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ ഷോർട്ടായിട്ട് ഓടുന്ന ഒരു ട്രെയിനായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത് അത്ര ക്ലീൻ ഒന്നും അല്ലായിരുന്നു. ഭയങ്കര അൺഹൈജീനിക് ആയിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഡോർസൊക്കെ ആണെങ്കിലും ടോയ്ലറ്റ് ആണെങ്കിലും ഭയങ്കര അൺഹൈജീനിക് ആൻഡ് അൺക്ലീൻ ആയിട്ട് തോന്നി. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളും അധികം നേരം ഇതിൽ ട്രാവൽ ചെയ്തില്ല. ഒരു 5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞങ്ങൾ കയറി കിടന്നുറങ്ങി. അപ്പോഴത്തേക്കും ഭുവനേശ്വർ എത്തി. ഫസ്റ്റ് വ്ലോഗിൽ ഞാൻ ഗുരുദേവ് എക്സ്പ്രസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ദ ട്രെയിൻ വാസ് സൂപ്പർ ക്ലീൻ. ഗുരുദേവ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര ക്ലീനായിരുന്നു, ഭയങ്കര രസമുള്ളൊരു ട്രെയിനായിരുന്നു. പക്ഷേ ഇതത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊരു ക്യാമറയാണോ അല്ലയോ എന്ന് നോക്കി ഞങ്ങൾ കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റേഷനെത്തി ഞങ്ങൾ കുറേ നേരം സ്റ്റേഷനിലിരുന്നു.
നമ്മളിപ്പോൾ ഭുവനേശ്വരിലാണ്. ഭുവനേശ്വർ. ഉത്തമ ബ്ലോഗ് എടുക്കുന്നത്. മെയിൻ ആങ്കർ ഉറക്കമാണ്. ഉറക്കമാണ്. ഉത്തമന് മേലാതെ വൈറ്റിൽ നിന്ന് പോയി ലൂസ് മോഷൻ അടിച്ച് കിടക്കുകയാണ്. അതെ, എനിക്ക് കുഴപ്പമില്ല. ചേച്ചിക്ക് ഭയങ്കര പ്രശ്നമാണ്. ട്രിപ്പ് ഫുഡ് പോയ്സൺ അടിക്കുന്നിടം വരെ സൂപ്പർ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഷോക്കായി പോയി. അത്രേ ഉള്ളൂ. ആദ്യമൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളൊന്ന് കറങ്ങാന്ന് വെച്ചിരുന്നപ്പോഴത്തേനും ഞങ്ങൾക്കെല്ലാം ഒറ്റയടിയെ ഫുഡ് പോയ്സൺ അടിച്ച് ഞങ്ങളെല്ലാം പാട്ടത്തിലാണ്. അതുപോലെ ഷോപ്പിംഗ് പോലും ചെയ്തില്ലല്ലേ. ഞാനാണ് ചെരുപ്പ് ഇവിടുന്ന് 100 രൂപ ചെരുപ്പ് എത്ര എണ്ണം മേടിക്കണം എന്ന് ഓർത്താ വന്നതെന്നറിയോ? അതാണ് ഛർദിക്കാൻ മത്സരമാ. അതങ്ങനെ ഓർമ്മ. നമ്മുടെ ക്യാമറാമാൻ ആയിട്ട് ഉറങ്ങിപ്പോയി. വയ്യ അവന്. എന്താണ് പറയാനുള്ളത് നമ്മുടെ ട്രിപ്പിനെ പറ്റി? എന്തൊക്കെയാണ് സംഭവിച്ചത്? ട്രിപ്പ് വൈബായിരുന്നു. ആദ്യത്തെ ദിവസം എല്ലാം അടിപൊളിയായിരുന്നു. കാരണം നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു വൈബല്ലേ, അതായിരുന്നു. പക്ഷെ ഫുഡ് പോയ്സൺ അടിച്ച് എല്ലാം തീർന്നടേ. കംപ്ലീറ്റ് അവിടെ ട്രെയിൻ ക്യാൻസലായി. അതിനിടയ്ക്ക് ട്രെയിൻ ക്യാൻസലായി. പക്ഷെ ഞങ്ങൾക്ക് ഈ ഐഡിയ നേരത്തെ തോന്നുവാണെങ്കിൽ ഞങ്ങളിപ്പോ വീട്ടിൽ ചെന്നേനെ. പക്ഷെ എന്ത് ചെയ്യാൻ, ഫ്ലൈറ്റിൽ പോകാനാണ് യോഗ. അതെ. പിന്നെ ഞങ്ങളൊരു പട്ടിക്കാട്ടിൽ സ്റ്റേ അടിക്കേണ്ടി വന്നു. പട്ടിക്കാട്ടില് അതുകൊണ്ട് നമ്മള് വെസ്റ്റ് ബംഗാളിലെ പല സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്തു. എന്നാ പറയുന്നത്, കൊൽക്കത്ത മാത്രം പോകാനിരുന്ന ഞങ്ങള് കരാക്പൂർ പോയി. ഇതേ ഭുവനേശ്വർ വന്നു. ഇനി ഭുവനേശ്വർ എയർപോർട്ടും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് ഫ്ലൈറ്റിൽ പോകാനായിരുന്നു യോഗ അല്ലേ? അല്ല, അതെ അതെ. ആദ്യമേ എടുക്കുമായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ അത്ര പൈസ കൂടെ ലാഭിച്ചേനെ. ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ ഹോസ്പിറ്റൽ ബില്ലും അല്ലാത്ത സ്ഥലം എല്ലാം കൂടെ കൂട്ടി ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശായി. ഫ്ലൈറ്റ് ടിക്കറ്റിൽ കൂടുതൽ ക്യാഷായി. നമ്മള് ഫ്ലൈറ്റ് ടിക്കറ്റിന് ഇരട്ടി പൈസ മരുന്ന് മേടിക്കാൻ കൊടുത്ത്. ഒരു കെട്ട് മരുന്നുണ്ട്, കെട്ട് മരുന്ന്. മരുന്നിന് തന്നെ 1000 ഒക്കെ സംതിങ്. എന്താണെന്നറിയില്ല, നമുക്ക് ഇവിടെ ഭയങ്കര എക്സ്പെൻസ്. കൊൽക്കത്തയിൽ മരുന്ന് എന്ന് പറഞ്ഞാൽ കുറേ മരുന്ന് തരുന്ന. ഒരു അസുഖത്തിന് പോയാൽ 4-5 മരുന്നെങ്കിലും മിനിമം തരുമെന്ന് അവർ പറയുന്നത്. ക്ലൈമറ്റ് അനുസരിച്ചാണെന്നൊക്കെ എനിക്കറിയത്തില്ല. എന്താ പറയാ, നമ്മളെല്ലാരും അടുത്തു. നമ്മൾ കുറച്ചു പേരൊക്കെ ഓക്കെ ആയി. അലൻ ആദ്യം ഓക്കെ ആയി, ഷിനാസ് ഓക്കെ ആയി. ഇല്ല, അവന് പനിയാ. ഉത്തമ വീണ് പോയി. നമ്മുടെ ഗൈഡ് വീണ് പോയി. പയ്യ അവൻ പാള് വയ്ക്കാൻ ഇവിടെ മത്സരമാണ്. നന്നെ ഉത്തമൻ തമ്മിൽ പൊരിഞ്ഞ മത്സരം നടന്നുകൊണ്ടിരിക്കുക. അവൻ നൈന ഉറങ്ങിയിട്ട് 5-6 ദിവസമായെന്നാ പറഞ്ഞത്. എന്നാ പരിപാടിയായിരുന്നു അറിയത്തില്ല. നൈന ഫുള്ള് സൊള്ളി അവൻ ഉറക്കൊന്നുമില്ല. അതിന് ഇപ്പൊ കിടന്നുറങ്ങുന്നത്. ആരോണൊക്കെ ഓക്കെ ആയി. പിന്നെ ക്രിസ്റ്റേച്ചി ഓക്കെയാ, ശ്രീശാന്ത് ഓക്കെയാ. പോയിട്ട് വന്നിട്ട് അസുഖമുള്ള ആർക്കോ എന്നാ ഓക്കെ. ഗ്യാസ് ആണ് കഴിച്ച്. ഗ്യാസ് വയ്യ, എണ്ണയ്ക്ക് വയ്യ. ഓക്കെ അല്ലേ? അലൻ ഉള്ളത് കൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി നടക്കുന്നു. അല്ല പിന്നെ ഷിനാസിനെ നമ്മൾ എടുത്ത് പറയണോ? അതെ, ഒന്ന് മര്യാദയ്ക്ക് കേരളത്തിൽ ചെന്നിട്ട് വേണം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ. ഒരു കാപ്പി ചായ പോലും നല്ല ഇല്ലാത്ത സ്ഥലമാണ് ഇതൊക്കെ. പല സ്ഥലങ്ങളും ഒക്കെ എന്നെ പറഞ്ഞാൽ നമ്മുടെ നാട് തന്നെയാണ് നല്ലത് അല്ലേ? അല്ലേ എൽസമ്മേ? പറ. ഒരാളോട് ഒരു വഴി ചോദിച്ചാൽ നമ്മുടെ നാട്ടിലെ വേണം അവര് നമ്മളെ കൊണ്ട് വിട്ടു തരും. ഇവിടെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും, അല്ലെ ഇങ്ങനെ കാണിക്കും. അത് മാത്രമേ ഉള്ളൂ. നമ്മളെ വഴി ചോദിച്ചാൽ അവന്മാര് പല വിരളുകളും പൊക്കി കാണിക്കും. ഞാനും കണ്ടിട്ടുണ്ട് ആ സിനിമ. കൊഞ്ചും നാടാ കിടന്ന് ഒരു തമാശ പറഞ്ഞു. ചൂട് വെള്ളത്തിൽ കുളിക്കണല്ലേ?
ഇപ്പൊ നമ്മളിപ്പോ സമയത്രയായി? സമയത്രയായി? 5:15 രാവിലെ. നമുക്ക് ഫ്ലൈറ്റ് 10 മണി 10 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മളൊരു 7 മണി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാന്ന് ഓർത്ത്. അതുവരെ ഇവിടെ കുറ്റി അടിച്ചിരിക്കാന്നാ വിചാരിച്ചത്. അങ്ങനെ ഒരു 5-6 മണിക്കൂർ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നല്ല പോസ്റ്റായിരുന്നു. പിന്നെ കുറച്ച് പേര് കിടന്നുറങ്ങി. ഞങ്ങൾ കുറച്ചൊരു കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ നേരം സമയം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 ഓട്ടോ ഒക്കെ വിളിച്ച് അതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിന് അങ്ങോട്ട് പോയി. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഹോട്ടൽ തപ്പി ഇറങ്ങിയതാണ്. പിന്നെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും കൂടി. പിന്നെ പതിയെ എയർപോർട്ടിലോട്ട് കയറി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിലെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഓൺ മൈ ചാനൽ ലോൾ വിത്ത് കൃഷ്ണ.